വേനൽ ചൂടിൽ വാഴ കർഷകർ കണ്ണീരിൽ. മലയോര മേഖലയിൽ കൃഷിനാശം വ്യാപകം. കടുത്ത വേനലും കാലാവസ്ഥാ വ്യതിയാനവും മലയോര മേഖലയിലെ കർഷകരെ കടുത്ത കടക്കണിയിലാക്കുന്നു. മാസങ്ങളോളം രാപ്പകൽ അധ്വാനിച്ചുണ്ടാക്കിയ കൃഷി വിളവെടുപ്പിന് പാകമാകും മുമ്പേ നശിക്കുന്നത് കണ്ട് നിസ്സഹായരായി നിൽക്കുകയാണ് കർഷകർ. കനത്ത ചൂടിൽ വാഴകൾ ഒടിഞ്ഞു വീഴുന്നത് നിലവിൽ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. വേനൽ കടുത്തതോടെ കുലച്ച വാഴകൾ പാതി വിളവാകും മുമ്പേ ഒടിഞ്ഞു വീഴുകയാണ്. ഇതിനിടെ പെയ്ത അപ്രതീക്ഷിത വേനൽ മഴയും കർഷകർക്ക് തിരിച്ചടിയായി. വാഴയുടെ കുമ്പിളുകളിൽ മഴവെള്ളം കെട്ടിനിൽക്കുന്നതിന് പിന്നാലെ വരുന്ന കനത്ത വെയിലിൽ ഈ വെള്ളം ചൂടായി വാഴത്തട പഴുത്ത് ഒടിയുകയാണ് ചെയ്യുന്നത്. ഏത്തവാഴ കൃഷിക്കാണ് കൂടുതലും കൃഷിനാശം സംഭവിക്കുന്നത്. ഭീമമായ തുകയ്ക്ക് പാട്ടത്തിനെടുത്ത് കൃഷി ഇറക്കിയവരാണ് ഏറെ ദുരിതത്തിലായിരിക്കുന്നത്. പല തോട്ടങ്ങളിലും 500-ലധികം വാഴകൾ ഇതിനോടകം ഒടിഞ്ഞു വീണ് കഴിഞ്ഞു. കാട്ടുപന്നികളുടെ ശല്യത്തിൽ നിന്നും വിളയെ സംരക്ഷിക്കുവാൻ രാപ്പകൽ കാവലിരുന്ന് വളർത്തിയെടുത്ത വാഴകളാണ് വിളവെടുപ്പിന് തൊട്ടുമുമ്പേ നിലം പൊത്തിയത്. വലിയ സാമ്പത്തിക നഷ്ടം നേരിട്ടതോടെ പലരും കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലായി. കാലാവസ്ഥാ വ്യതിയാനം മൂലവും വേനൽ കാറ്റും വേനൽ മഴയും മൂലം കൊലച്ച് മൂപ്പെത്താത്ത 150ഓളം ഏത്തവാഴ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത് എൻ്റെ കൃഷി നഷ്ടപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ്റിൽ നിന്നും ഇതര സർക്കാർ ഏജൻസികളിൽ നിന്നും ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്നും മാന്യമായ നഷ്ടപരിഹാരം ലഭിക്കണം. അതല്ലെങ്കിൽ കർഷകർ ഈ കൃഷി ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് വരും. മേഖലയിലാകെ വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട നഷ്ടപരിഹാരം കർഷകർക്ക് കിട്ടുന്നതിനുള്ള സഹായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഏത്തക്കായുടെയും മറ്റും വില നിയന്ത്രിച്ചു നിർത്തുന്നത് നാട്ടിൻപുറങ്ങളിലെ പ്രാദേശിക കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. എന്നാൽ ആഭ്യന്തര ഉൽപ്പാദനം ഇടിഞ്ഞതോടെ വിപണിയിൽ ഏത്തപ്പഴത്തിന് വൻ വിലക്കയറ്റം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വരൾച്ച രൂക്ഷമായ സാഹചര്യത്തിൽ ദുരിതബാധിത പഞ്ചായത്തുകളെ വരൾച്ചാബാധിത മേഖലയായി പ്രഖ്യാപിച്ച് നഷ്ടം സംഭവിച്ച കർഷകർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം ഉറപ്പാക്കുവാൻ ജില്ലാ ഭരണകൂടവും കൃഷി വകുപ്പും ഉടൻ ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.